ഈ ശബ്ദപരിചയം ഞങ്ങള് അങ്ങടുത്തും മകളെയുമായി സശ്രദ്ധം വീക്ഷിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹാഭിവാദനങ്ങൾ നേരുകയാണ്. ഇവിടെ മല്ലശ്ശേരിയിലുള്ള UPF-ന്റെയും മിഷൻ ജോർജ് ഗോസ്ബൽ ടീമിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഈ പ്രധാനത്തിൽ ആരംഭിച്ച് പ്രദർശനത്തിൽ പര്യവസാനം കൊള്ളാൻ പോകുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ജംഗ്ഷനിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒട്ടനവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ വിപ്ലവാത്മകമായ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഭാഗ്യം സിദ്ധിക്കപ്പെട്ട കുറേയധികം ആളുകൾ ഈ ശബ്ദ പരിമിതിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നല്ല ബോധം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തുവേശുവിന്റെ പാവന പുണ്യ പവിത്ര സുവിശേഷങ്ങളുടെ വിളംബരങ്ങൾക്ക് ഏറെ ഈടുപ്പ് ചരിത്രം നൽകുന്ന ഈ മനോഹരമായ ദേശത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംവദിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കണക്കാക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നമ്മുടെ നാട് ജീവിക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിക്കുമ്പോൾ തന്നെ അതിനേക്കാളൊക്കെ അപ്പുറമായി അതിജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് മലയാളികൾ. ഭൂരിഭാഗം ആളുകളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം അതിജീവിക്കാൻ പാടുപെടുന്നവരാണ് നമ്മുടെ ആത്മീക സമൂഹത്തിലെ പല ആളുകളും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അക്കാരണങ്ങളാൽ തന്നെ മാനവിക സമൂഹം എല്ലാ കാലത്തും പലവിധ പരിശ്രമങ്ങളിൽ കൂടി നടന്നു നീങ്ങുകയാണ്. കാലം പുരോഗമിക്കുന്നു, ശാസ്ത്രം വളരുന്നു, ടെക്നോളജി വളരുന്നു, സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുന്ന ഈ കാലത്ത് പ്രശ്നകലുഷിതമായി നമ്മുടെ നാട് നീങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ എവിടത്തേക്ക് എന്നില്ലാതെ എല്ലാവരും അമ്മേ പരാജയ ഭീതിയിലേക്ക് നീങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ കാലമാണ്. ഞാൻ മുമ്പ് ഓർപ്പിക്കപ്പെട്ടതുപോലെ ഒട്ടനവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു നാടാണ് ഈ മലയാള നാട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കവിതർക്കങ്ങളില്ല. മാറി മാറി വന്ന പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, കാലാനുസൃതമായി ഇവിടെ ഉണ്ടാകപ്പെട്ട വിവിധ പ്രത്യാഘാതങ്ങളാകട്ടെ, പലതും ഈ നാട്ടിൽ അരങ്ങു തീർക്കുന്നുണ്ട്. രോഗങ്ങളുടെ എണ്ണം അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ചില രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്രം പേര് പോലും നൽകുവാൻ കഴിയാതെ ഒരൽപ്പം ഭീതിയോടെ അമ്പരപ്പോടെ ഭ്രമിച്ചു നിൽക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. മാനുഷിക സമൂഹമാകമാനം രോഗങ്ങളിൽ കൂടിയും മറ്റിത്യാദി ദുരന്തങ്ങൾ കൂടിയൊക്കെ പോകുമ്പോൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക അർബുദം ഏതെന്ന് ചോദിച്ചാൽ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ നിസംശയമായി ഈ ദേശത്തോട് ഞങ്ങൾക്ക് ഉച്ചസ്ഥിരം പറയാൻ കഴിയും. അത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി മാഫിയകൾക്കും അടിമപ്പെട്ട ഒരു സമൂഹമാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ മഹാപ്രളയം മാനവിക സമൂഹത്തെ ആകമാനം തകർത്തു ധരിപ്പടമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെ നാടിനെയും നാട്ടുകാരെയും സാമൂഹിക പരിസ്ഥിതിയിൽപ്പെട്ടവരെയും ഒക്കെ നന്നാക്കാൻ ഇവിടെ പോലീസ് അധികാരികളുണ്ട്, ഭരണശിലാ കേന്ദ്രങ്ങളുണ്ട്, ഉന്നതമായ ബ്യൂറോക്രസികളുണ്ട്, മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുണ്ട്. പിന്നെ നിങ്ങളെ പോലെയുള്ള ഈ കവല പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് ഒരുപക്ഷെ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയേറെയാണ്. എല്ലാ ചോദ്യത്തിനും ഉത്തരമായി ഞാനൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് പ്രഖ്യാപിക്കുകയാണ്, പ്രസ്താവിക്കുകയാണ്. ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ച സംവിധാനങ്ങളല്ല ഈ ഭരണ സംവിധാനങ്ങളൊന്നും തന്നെ. പിന്നെയോ മലയാളക്കര ഓർമ്മ വെച്ച കാലം മുതല്, കേരളക്കര ഓർമ്മ വെച്ച കാലം മുതല് ജീവിത സംവിധാനങ്ങളൊക്കെയുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, നീതി ന്യായ പീഠങ്ങളുണ്ട്, ഉന്നതമായ ബ്യൂറോക്രസികളുണ്ട്, അധികാര ശിലാകേന്ദ്രങ്ങളൊക്കെ തന്നെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ മനുഷ്യരെ മാറ്റം വരുത്താൻ കഴിയാതെ
ഈ വിധ സംവിധാനങ്ങളൊക്കെ അമ്പെ പരാജയമായി മാറുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം അത് ചരിത്ര വസ്തുതയാണ്. ഇന്ന് മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ട് ജന്മം നൽകിയ പിതാവിനെയും നൊന്തു പ്രസവിച്ച മാതാവിനെയും കൂടെ പഠിക്കുന്ന സഹപാഠിയുടെയും ആങ്ങള പെങ്ങളന്മാരെ തിരിച്ചറിയാൻ കഴിയാതെ, അപ്പനമ്മമാരെ തിരിച്ചറിയാൻ കഴിയാതെ, സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ നരാധമത്വം പേറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങൾ ആകമാനം പരിശോധിച്ച് സാക്ഷര കേരളമാണ്, സുന്ദര കേരളമാണ്, സമഗ്ര കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണങ്ങൾ ചാർത്തി അലങ്കരിക്കപ്പെട്ട ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മൂക്ക് താഴോട്ട് നീണ്ടുകിടക്കുന്ന 3.25 കോടി മലയാളി മനസാക്ഷിയും മരവിപ്പിക്കുന്ന സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തെന്നറിയണ്ടേ? അക്രമവാസനകൾ കൂടുന്നു. 38,863 ചതുരശ്ര വിസ്തൃതി കിലോമീറ്റർ കൊണ്ട് പൂവണിയുന്ന ഈ മനോഹരമായ മാമലനാട്, മലയോര നാട്, ഇനി കേരളത്തിന്റെ തനത് സംസ്കാരം അങ്ങനെയാണ്. കേരളത്തെ പറ്റിയും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യങ്ങളെ പറ്റിയും ഒക്കെ ആവോളം ആസ്വദിക്കാൻ വേണ്ടി പലരും പലവിധ പേരുകൾ ഈ നാടിന് അലങ്കരിച്ചിട്ടുണ്ട്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ നിന്നാണ് ഒരിക്കൽ ഒരു മഹാകവി പ്രഖ്യാപിതമാക്കിയത്. പച്ചയാൻ വിരിപ്പെട്ട് സഹിനി തലവെച്ചും സശബ്ദമാം മണൽത്തിട്ടം പാദോപദാനം കൊണ്ടും പള്ളി കൊണ്ടെടുത്ത് പാർശ്വയുഗ്മത്തെ കാത്തുകൊണ്ടെടുത്ത് കുമാരിയും ഗോകർണീശ്വരുമമ്മേ അഴിവീജികൾ അണിവേലം വെണ്ണുരകളാൽ പോലെ തവ ചാരുതൃപ്പാദങ്ങളിലൊക്കെ മനോഹര കവികൾ ഇവിടെ കാവ്യാത്മകതയിൽ ഇവിടെ വാരി വിതറുകയുണ്ടായി. എന്റെ ശ്രോതാക്കളെ, ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളത് പരിശോധിച്ച് ഇതിന് കവലപ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്നൊരു പക്ഷേ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ അക്രമങ്ങൾക്കും അനീതികൾക്കും അരാജകത്വങ്ങൾക്കും ഒന്നും ജാതിയും മതവും വർഗവും വർണ്ണമൊന്നുമില്ല. മനുഷ്യ സമൂഹമാകമാനം അപ്പാടെ തകർച്ചയുടെ വക്കിലേക്ക്, നിരാശയുടെ നീർച്ചുടിയിലേക്ക്, അധമ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ മറിയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, പ്രബുദ്ധരായ എന്റെ ദേശനിവാസികളെ, ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുമ്പോൾ തന്നെ അവരോഹണക്രമത്തിൽ അനാദരം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ നാടിങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥമായി മനസ്സിലേക്ക് ഞാൻ വേഗത്തിൽ കൊണ്ടുവരട്ടെ. മനുഷ്യരിന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു മൂലകാരണമുണ്ട്. ഇവിടുത്തെ ഏത് സിദ്ധാന്തങ്ങൾക്കാകട്ടെ, രാഷ്ട്രീയ മീമാംസകളാകട്ടെ, തത്വശാസ്ത്രങ്ങളാകട്ടെ, ഇവിടെ ഉദയം ചെയ്ത ഏത് സൈദ്ധാന്തിക മേഖലകളാകട്ടെ, എല്ലാത്തിനും ഒരു മൂലകാരണമുണ്ട്. എങ്കിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിന്റെയും മൂലകാരണം എന്താണ്? ആ മൂലകാരണത്തിന് ബൈബിളിൽ വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ പദപ്രയോഗം. ആ പദത്തിന്റെ വലിപ്പമല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മതങ്ങളും അർദ്ധശങ്കയ്ക്കിടയിൽ അത് അവരെല്ലാം പറയുന്നുണ്ട് മനുഷ്യൻ പാപിയാണെന്ന കാര്യം. മനുഷ്യൻ പാപിയാണോ? ശാസ്ത്രം പുരോഗമിച്ചു, ടെക്നോളജി വളർന്നു, സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചു. മീനിനെ പോലെ നീന്തുവാനും മാനിനെ പോലെ കുതിക്കുവാനും മാനത്ത് പാറിപ്പറക്കാനും ഒക്കെ വികാസ സഞ്ചാരപഥം വിപുലീകരിക്കപ്പെട്ട ഈ കാലത്ത് വിണ്ണിലും മണ്ണിലും താരങ്ങളാകാൻ വേണ്ടി ഇവിടെ പലരും കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ പാപിയാണെന്ന വാദമൊരു പണ്ടേ കാലത്തെ ചിരപുരാതന കാലത്ത് ഏതോ അബദ്ധമാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ശ്രോതാവേ, അല്ല, മനുഷ്യൻ പാപിയാണ്. തെളിവെന്ത്? ഞാൻ വേഗത്തിൽ ഇവിടെ വാക്കുകൾ ഉപസംഹാരം കൊടുക്കുകയാണ്. ഞങ്ങളുടെ സമാപന മീറ്റിംഗ് പൂങ്കാവിൽ നടക്കപ്പെടുകയാണ്. എന്റെ ഭാര്യമിത്രങ്ങളെ, മനുഷ്യൻ പാപിയാണെന്ന കാര്യത്തിൽ ഒറ്റത്തെളിവ് ഒരു ഉദാഹരണം. ആ ഉദാഹരണം കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രമാധ്യമ വാർത്ത ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. വയനാട് ജില്ലയിലേക്ക് പോകുമ്പോൾ, പാലക്കാട് വയനാട് ഭാഗങ്ങളിൽ ഒരു സ്കൂളിൽ പഠിച്ചൊരു പയ്യൻ, അവൻ സ്കൂളിൽ മൊബൈൽ ഫോണുമായി പോയി. പണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നിങ്ങനെ ഒരു താത്വിക നിലപാട് ഉറപ്പിക്കപ്പെട്ടൊരു നാടായിരുന്നു നമ്മുടെ നാട്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മക്കളെ തിരുത്താൻ വേണ്ടി പണ്ട് അധ്യാപകരുടെ അടുക്കൽ മക്കൾ അറിയാതെ പോയി പറയുമായിരുന്നു, എന്റെ മകൻ ഇന്ന വിഷയത്തിൽ അല്പം പ്രശ്നക്കാരനാണ്, സാറേ ഒന്ന് കഴിയുമെങ്കിൽ ഒരു ചൂടൽ കഷായമൊക്കെ കൊടുത്ത് അവരെ നേരെയാക്കണമെന്ന്
പണ്ട് മാതാപിതാക്കൾ പറയുമായിരുന്നു, ഈ പയ്യൻ സ്കൂളിൽ പോയപ്പോൾ മൊബൈലുമായി പോയി, അധ്യാപകർ പിടിച്ചു വാങ്ങി സ്കൂൾ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചു. സ്കൂൾ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചപ്പോഴോ ഈ പയ്യൻ ചാടിച്ചത് എനിക്കെന്റെ മൊബൈൽ വേണം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഈയുടെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. പയ്യൻ പറഞ്ഞ് എനിക്കെന്റെ മൊബൈൽ വേണം. സാറ് പറഞ്ഞ് തരില്ല. അക്രമവാസനയുടെ വീണ്ടും പറഞ്ഞ് എനിക്കെന്റെ മൊബൈൽ കിട്ടിയേ പറ്റൂ. വീണ്ടും സാറ് പറഞ്ഞ് തരില്ല. അപ്പോൾ അടുത്ത പറഞ്ഞ പദമേറെ ശ്രദ്ധേയമാണ്. സാറ് എനിക്ക് വേറൊരു സ്വഭാവമുണ്ട്, ഞാനങ്ങ് തീർത്തു കളയുമെന്നാണ് ആ പയ്യന്റെ പ്രസ്താവന. ആ പറഞ്ഞ പദം ശ്രദ്ധേയമാണ്. സാറ് എനിക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഏതാണ് ആ വേറൊരു സ്വഭാവം? നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന സ്വഭാവം. ആ വേറൊരു സ്വഭാവത്തിന് ബൈബിൾ വിളിച്ച പേരാണ്. എല്ലാം സകല മതഗ്രന്ഥങ്ങളും ഉറക്കം പറയുന്നു, അതാണ് പാപം. ആ പാപത്തിൽ നിവധിക്കപ്പെട്ട മനുഷ്യനെ, ഇരുളിൽ നിവധിക്കപ്പെട്ട മനുഷ്യന് ഒരു വെളിച്ചം ആവശ്യമായിരുന്നു. പാപത്തിന്റെ ഇരുളിൽ മൂടിയപ്പാടെ മാനവിക സമൂഹത്തെ മുഴുവൻ ഇരുട്ടിൽ തപ്പിത്തളിച്ചിടുവാൻ വേണ്ടി പാപത്തിന്റെ ഇരുള് ലോകത്തിലാകമാനം വാണ് നൃത്തമാടിയപ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം എല്ലാ മഹിമകളും മെടിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനത്തിലേക്ക് വന്നൊരു ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തിയ ഒരു വിശുദ്ധീശ്വരന്റെ പേരാണ് നസ്രയീനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ഇങ്ങനെ പറയാൻ കഴിഞ്ഞൊരു മഹാഗുരു ഉണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ, ആ നേതാവിന്റെ മഹാഗുരുവിന്റെ മനോഹര നാമത്തെ ഞങ്ങൾ ഈ ദേശത്ത് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കട്ടെ. അത് യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തിൽ വിരിച്ചുയർന്നതാണ്. ഏത് തത്വസംഹിതകളാകട്ടെ, ഇവിടുത്തെ പുസ്തക ഗ്രന്ഥങ്ങളാകട്ടെ, കാലം പുരോഗമിച്ചപ്പോൾ പലതും കാലത്തിന്റെ ചവിട്ടുകൊട്ടകളിലേക്ക് പിന്തള്ളപ്പെട്ടു പോയപ്പോൾ, കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഒരു തിരുത്തലും വരാതെ അപ്പോൾ തന്നെ മാനവിക സമൂഹത്തിന് മാറ്റം വരുത്തിയൊരു ഗ്രന്ഥം ഞാൻ പരിചയപ്പെടുത്തട്ടെ. ലോകത്തിൽ പിറന്നു വീണ ഗ്രന്ഥങ്ങളൊക്കെ കാലത്തിന്റെ യാത്രയിൽ കാലഹരണപ്പെട്ട് കാലത്തിന്റെ ചവിട്ടുകൊട്ടകളിലേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നത് സത്യമാണ്. ഇന്ത്യക്കൊരു മനോഹരമായ ഭരണഘടനയുണ്ട്. ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആർട്ടിക്കിൾ കൊണ്ടും പാർട്ടികൾ കൊണ്ടും ഷെഡ്യൂൾ കൊണ്ടും സമ്പന്നമായ ഇന്ത്യൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായി നിന്നുകൊണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച ഇന്ത്യൻ ഭരണഘടന. K. മുൻഷി, മുഹമ്മദ് സാദുള്ളവൻ, ഗോപാലസ്വാമി അയ്യങ്കൾ, GT കൃഷ്ണപഞ്ചാരി, M. മഹാദേവ് റാവു അടക്കമുള്ളവർ പടുത്തുയർത്തിയ ഇന്ത്യൻ ഭരണഘടന 2 വർഷവും 11 മാസവും 18 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച ഇന്ത്യൻ ഭരണഘടന. കാലം പുരോഗമിക്കുമ്പോൾ, ശാസ്ത്രം വളരുമ്പോൾ, സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുമ്പോൾ, സാംസ്കാരിക തലത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ, ലോക്സഭയും രാജ്യസഭയും കൂടുമ്പോൾ പല ഘട്ടത്തിൽ പാസ്സാക്കുന്ന ഒരു ബില്ലുണ്ട്. അമെൻമെന്റ് ബില്ലാണ്, അർത്ഥം ഭേദഗതി നിയമമാണ്. ഈ അടുത്തിടയ്ക്കല്ലേ ജമ്മു കാശ്മീരിൽ 370 അല്പം മാറ്റം ഉണ്ടായത്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കാലാനുസൃതമായ ഒത്തിരി അമെൻമെന്റുകൾ, ഒത്തിരി ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും കാലം പുരോഗമിക്കുമ്പോൾ തിരുത്തൽ അനിവാര്യമാണ്. പക്ഷേ കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഒരു തിരുത്തലും വരാതെ അപ്പോൾ തന്നെ മാനവജാതി ഒന്നടങ്കം തിരുത്തിക്കൊണ്ട് ഉലകത്തിന്റെ നെറുകയിൽ അജയ്യമായി വാഴുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദേശത്തുറക്കെ പ്രഖ്യാപിക്കേണ്ടത് വിശുദ്ധ വേദ പുസ്തകമാണ്. അതിന്റെ ഉന്നതമായ നാമം ശ്രീ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അങ്ങനെയെങ്കിൽ ഈ ദേശത്തോട് പറയട്ടെ, മനുഷ്യരെ ഭൂരിക്കുമ്പോൾ, അക്രമവാസനകൾ വളരുമ്പോൾ, മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ കാട്ടാളത്വത്തിന്റെ, നരാധമത്വത്തിന്റെ, പൈശാചികതയുടെ വാഴ്ച കൊണ്ട് നൃത്തമാടുമ്പോൾ ആർക്ക് നേരെയാക്കാൻ കഴിയും? എല്ലാവരും പരാജയ ഭീതി മുഴക്കുമ്പോൾ ഇനി പ്രതിപക്ഷ പാർട്ടികൾ പറയും ഞങ്ങൾ ഭരിച്ചാൽ ശരിയാവും, ഇപ്പോഴത്തെ ഭരണപക്ഷിയുടെ പ്രശ്നമാണെന്ന് പറയും. അത് പറയാൻ മിടുക്കായിരിക്കും. ഇനി ലോകത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചാലും, ഇനി കേരളത്തിൽ ഒരു പുതിയ 3-മതെയോ 4-മതെയോ 5-മത്തെ മുന്നണി വന്നാലും, ഏത് മുന്നണി മാറിയാലും ഇവിടുത്തെ അക്രമവാസനയെ, ഇവിടുത്തെ അരാജകത്വത്തെ, അധാർമികതയെ
ഇവിടെ നടക്കുന്ന പൈശാചികതകളെ, കൊലപാതകങ്ങളെ പിടിച്ചു കിട്ടാൻ ഒരു ആഭ്യന്തര വകുപ്പിനും കഴിയില്ല, ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്കും കഴിയില്ല. ഇനി ഏത് മുന്നണി വന്നാലും അക്രമങ്ങളും അനീതികളും ഇനി ഓരോ നിമിഷവും അനുദിനം ക്രമമായി കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾ ധൈര്യത്തോടെ പറയും, ഞങ്ങളുടെ സുവിശേഷത്തിന് ആരെയും മാറ്റാൻ കഴിയും. ഒരു ഭരണം ഞങ്ങളുടെ മക്കളില്ലെങ്കിലോ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന് സന്ദേശത്തിന് മാനവജാതിയെ പാഠമാക്കി മറിക്കാൻ കഴിയും. കാരണം എന്നെ മറ്റ് നരഭോജികളെ നരസ്നേഹികളാക്കി, കൊലപാതകന്മാരെ കുഞ്ഞാടുക്കളാക്കി, അക്രമകാരികളെ അവകാശികളാക്കി, പരാക്രമികളെ പരോപകാരികളാക്കിക്കൊണ്ട് ഉലകത്തിന്റെ നിറകിൽ നിന്നും അജയ് യാത്ര തുടർന്നൊരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഈ ദേശത്തോട് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കട്ടെ, മറ്റൊരുത്തരിന്റെ കീഴിൽ നാം രക്ഷിക്കപ്പെടാം. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമം ശ്രീ യേശുക്രിസ്തുവിന്റെ നാമമാണ്. സഹോദരങ്ങളെ, സഹോദര സഹോദരിമാരെ, ജീവിതത്തിന് ഏതെങ്കിലും അവസ്ഥകളിൽ പെട്ടുകൊണ്ട് നിരാശരായി, വേദനയോടെ, നിരാലംബരായി, ദുഃഖിതരായി, രോഗത്താൽ ഭാരപ്പെടുന്നു, കടഭാരത്താൽ ഭാരപ്പെടുന്നു, നിങ്ങൾ അലട്ടുന്ന ഒരു വിഷയമാകട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധമാണ്. ഒരു വാക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബഹുമാനീയ കൃതദാസന്മാർ മുമ്പോട്ട് വന്ന് നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. എൻ്റെ മാന്യമിത്രങ്ങൾ ഒരുപടി പണം മുടക്കേണ്ട, അർപ്പണങ്ങൾ, ദർപ്പണങ്ങൾ, യോഗങ്ങൾ, ജ്ഞാനങ്ങൾ ഒന്നും മുടക്കണ്ട. നിൽക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലുമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സദാസന്നദ്ധമാണ്. യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു, അവരെ ശുദ്ധീകരിച്ച് നാട്ടിൽ കൊള്ളാകുന്ന ഒരു സഹോദരനായി, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി, മക്കൾക്ക് നല്ലൊരു അപ്പനായി നിങ്ങൾ മാറ്റാൻ യേശുവിന് കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് സംഭാവന കൊടുക്കുന്നു. സർവേശ്വരൻ ഈ ദേശത്തെ ധാരാളം അനുഗ്രഹിക്കും.